ഹായ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതല്ലാതെ ഉള്ള റൂം വൃത്തിയാക്കാറില്ലേ. കയ്യിൽ അത് കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ട് നമ്മുടെ താളിൻ്റെ ഇല വെച്ചിട്ട് നമ്മുടെ കൈ കെട്ടും. നമ്മുടെ കൈ പൊതിഞ്ഞിട്ട് വാഴയുടെ കയറ് വെച്ചിട്ട് കൈ ഉള്ള രണ്ട് ഡയലോഗ് നമുക്ക് കേൾക്കാം കേട്ടോ. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. തുടങ്ങി വരുന്ന ആൾക്കാരെ നമ്മളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. ഹായ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സംക്രാന്തിയൊക്കെ ആയിട്ട് വീട്ടിലെ കുറച്ച് ക്ലീനിങ് അങ്ങനെ ചില്ലറ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സംക്രാന്തി പണിയൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ വീടുകളിലൊക്കെ. അപ്പോൾ വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ടുള്ള എല്ലാവരും ചില്ലറ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വ്ളോഗ് കാണാം. അപ്പോൾ കർക്കിടക മാസമായിട്ട് ഞാനും ചെറുതായിട്ടൊന്ന് ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ശനിയും ഞായറുമായിട്ട് ഞാൻ ഇവിടെ വടനാകുറിശ്ശിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒപ്പം വിനീതയാണെങ്കിൽ ഒരുവിധം കാര്യങ്ങൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അവൾക്ക് അവധിയായപ്പോൾ അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതല്ലാതെ അവൾ റൂം വൃത്തിയാക്കാറില്ലേ. അത് വൃത്തിയാക്കാറുണ്ട്. കാരണം 2 ദിവസം കഴിഞ്ഞാലും 3-ാമത്തെ ദിവസത്തേക്ക് ഏകദേശം കച്ചറയാവാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കർക്കിടകം വരികയാണെന്ന് വിചാരിച്ചിട്ട് സംക്രാന്തി വരികയെന്ന് വിചാരിച്ചിട്ടൊന്നും പ്രത്യേകമായിട്ട് ചെയ്യാതിരിക്കേണ്ട. അപ്പോൾ പിന്നെ ഒരു വ്ളോഗ് കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ സംക്രാന്തി എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഫോണൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ ശരിയായ കാരണം, എന്തിനാണ് ഇപ്പോൾ ഈ സംക്രാന്തി എന്ന് പറഞ്ഞൊരു സംഗതിക്ക് ഇങ്ങനെ വീടും കാര്യമൊക്കെ വൃത്തിയാക്കുന്നതും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ നോക്കിയ സമയത്ത് കുറച്ച് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ പണ്ടാണെങ്കിൽ ഈ കൃഷി ചെയ്തിട്ടാണല്ലോ കുറേ പേര് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കർക്കിടകം വരുമ്പോഴാണെങ്കിൽ നല്ല മഴയാവും. ഈ കർക്കിടക മാസത്തൊക്കെ നല്ല മഴയാകുമ്പോൾ ഈ കൃഷിയിലൊന്നും കൂടുതൽ ശ്രദ്ധിക്കാനും അതിനൊന്നും കൂടുതൽ വരുമാനം കിട്ടും ചെയ്യുന്നുണ്ടായിരുന്നില്ല അത്രേ. അതുപോലെ തന്നെ ഈ മഴയും തണുപ്പും കാരണത്താൽ ഒരുപാട് അസുഖങ്ങളും വരുന്ന ഒരു മാസമായിരുന്നു ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ മാസം വരുമ്പോഴേക്കും നല്ല തയ്യാറെടുപ്പ് നടത്തുമായിരുന്നു ആൾക്കാർ. അതായത് വീടൊക്കെ വൃത്തിയാക്കി നല്ല രാമായണമൊക്കെ കുറച്ച് വായിച്ച് കുറച്ച് ഭക്തി സ്വീകരിച്ച്, അതായത് പൊട്ടീനെ കളഞ്ഞിട്ട് ശ്രീബോധീനകത്ത് വയ്ക്കാമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. പണ്ട് പഠിക്കാൻ ഏതോ ഒരു 8, 9, 10 ഏതിലോ ഒരു ബുക്കിൽ ഞാൻ മലയാളം ബുക്കിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ. അപ്പോൾ പൊട്ടി പുറത്ത് ശ്രീബോധി അകത്ത് എന്ന് പറഞ്ഞിട്ടൊരു പാടുണ്ടായിരുന്നു. അതുപോലെ രാമായണമൊക്കെ വായിക്കുക വീടുകളിൽ. എൻ്റെ അമ്മയൊക്കെ വായിക്കുന്നത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് കേട്ടോ. വീട്ടിൽ കർക്കിടക മാസത്തിൽ രാമായണം വായന, മരുന്ന് കഞ്ഞി കുടിക്കുക, മരുന്ന് കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക എന്നൊക്കെ കേട്ടില്ലേ. അത് പുറത്തുനിന്നൊക്കെ ഒരുപാട് വേരുകളും അതും ഇതും ഒക്കെ ആയിട്ടുള്ള ഔഷധ കഞ്ഞി കഴിക്കൽ അങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അത് അധികം ഉണ്ടായിരിക്കില്ല. കാരണം ഇപ്പോൾ പാക്കറ്റൊക്കെ വാങ്ങാൻ കിട്ടും, എന്നാലും അധികം ആരും ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ എൻ്റെ റൂം ക്ലീനിങ് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ പണ്ട് കാലത്തൊരു പെട്ടിയാണ് അവിടെ ഉള്ളത്. ഇനിയിപ്പോൾ ചോറ് വയ്ക്കുന്ന അടുപ്പിൻ്റെ അവിടുത്തെ ചുമരിൻ്റെ അവിടെ കുറച്ച് കരിയും ചളിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും തുടയ്ക്കണം. അതല്ലാതെ ഒരുവിധമൊക്കെ വിനീത കഴിച്ചിട്ടുണ്ടായിരുന്നു. സംക്രാന്തി എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതലും പഴയ കാലത്ത് ഓർമ്മയുണ്ടോ വരിക. കാരണം എൻ്റെ മേമയ്ക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ഇതുള്ള ആളായിരുന്നു. മേമയൊക്കെ അന്ന് മൈലാഞ്ചി പോയി, ഞങ്ങൾക്ക് കുളത്തിൻ്റെ അവിടെ ഒരുപാട് മൈലാഞ്ചി കിട്ടും കേട്ടോ. അവിടെ പോയിട്ട് മൈലാഞ്ചി പൊട്ടിച്ച് കൊണ്ടുവന്ന് അരച്ച് ആട്ടുകല്ലിലിട്ടിട്ടൊക്കെ അരയ്ക്കും, ഒരുപാട് അരയ്ക്കും. എന്നിട്ട് കയ്യിലും കാലിലും അങ്ങനെയൊക്കെ ഇടും കേട്ടോ. നമുക്ക് കുഴിന്നൊക്കെ ഉണ്ടെങ്കിൽ കാലിലൊക്കെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ മേമ ഇട്ട് തരിക നമ്മുടെ താളിൻ്റെ ഇല ഉണ്ടല്ലോ, താളിൻ്റെ ഇലയിൽ അത് കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ട് നമ്മുടെ താളിൻ്റെ ഇല വെച്ചിട്ട് നമ്മുടെ കൈ കെട്ടും. നമ്മുടെ കൈ പൊതിഞ്ഞിട്ട് വാഴയുടെ കയറ് വെച്ചിട്ട് കൈ കെട്ടുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും കേട്ടോ. മേമ അതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു. അപ്പോൾ കൂടുതലും എനിക്ക് ചെറുപ്പകാലങ്ങളിൽ മേമയൊക്കെ കാട്ടുന്ന കാര്യങ്ങളാണ് കൂടുതലായിട്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല രസമുള്ള ഓർമ്മകളാട്ടോ. അതൊന്നും ആ കാലമൊന്നും ഇനി തിരിച്ചു വരില്ല. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നീട് ഞാൻ എൻ്റെ ക്ലീനിങ്ങൊക്കെ അവിടത്തേക്ക് കഴിഞ്ഞ് കുറച്ച് വേസ്റ്റൊക്കെ കത്തിച്ച് ഇനി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്കിപ്പോൾ മൈലാഞ്ചി ഇടണമെന്നുണ്ടെങ്കിൽ മൈലാഞ്ചി ഇവിടുന്ന് പൊട്ടിച്ച് കൊടുന്നിട്ടും കാര്യമില്ല. പിന്നെ ഞാൻ മിക്സിയിലൊക്കെ ഇട്ട് അരയ്ക്കേണ്ടി വരും. നമ്മുടെ അമ്മയുടെ അരയ്ക്കണ സംഭവമൊന്നും കാണാനില്ല കേട്ടോ. അതൊക്കെ ഈ വീടൊക്കെ പഴയ വീടൊക്കെ പൊളിച്ച സമയത്ത് അത് അതിൻ്റെ അടിയിൽ മണ്ണിൻ്റെ അടിയിൽ പെട്ടു എന്നാണ് തോന്നുന്നത്. അപ്പം ഇനിയിപ്പോൾ ഞാൻ അത്ര റിസ്ക് കൊണ്ട് എടുക്കണില്ല. അപ്പം ഞാൻ സ്കൂളിട്ടിട്ട് ആദ്യം അർദ്ധരം വന്നപ്പോൾ നേരെ അവരെ കടയിലേക്ക് പറഞ്ഞയച്ചു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ കൂർക്കപ്പറമ്പിലുള്ള ഷോപ്പുകളാണ് കേട്ടോ. ഇവിടെ ഒരുപാട് റോഡ് സൈഡിലാണ് വീട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബലൂൺ തൂക്കിയിട്ടുള്ളത് ഫാൻസി കേട്ടോ. അവിടെ പോയിട്ട് ആർദ്രം എടുത്തൊരു മൈലാഞ്ചി വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതിനൊപ്പം നാളേക്കുള്ള മാവും പിന്നെ കുറച്ച് 5 രൂപയുടെ പരിപ്പ് വട അവിടെ കിട്ടും, അതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ നമ്മളെ വല്യമ്മേനെ കണ്ടു.
അപ്പോൾ വല്യമ്മയുടെ മോളിലെ 2 ഡയലോഗ് നമുക്ക് കേൾക്കാം കേട്ടോ. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. തുടങ്ങി വരുന്ന ആൾക്കാരെ നമ്മളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. പറയണ ആളിതാ. പിന്നീട് വീട്ടിൽ വന്നപ്പോൾ പിന്നെ പഠനമൊക്കെ നിർത്തിയിട്ട് കുട്ടികൾ മൈലാഞ്ചി ഇടൽ തുടങ്ങി കേട്ടോ. ആദ്യത്തെ മൈലാഞ്ചി ഇടലല്ല, ഇപ്പോൾ ഡിസൈനൊക്കെ വരയ്ക്കലാണ്. പിന്നെ നമ്മളിപ്പോൾ അരച്ച മൈലാഞ്ചി ഒന്നല്ലല്ലോ, ഇതൊക്കെ നമ്മൾ മറന്നു പോകേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെ വിചാരിച്ചിട്ട് വെറുതെ ഒന്ന് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തത് എൻ്റെ ഊഴാണ്. അപ്പം ഞാനായിട്ട് പിന്നെ കുറയ്ക്കണില്ല വിചാരിച്ചു. ഞാൻ പണ്ടത്തെ സ്റ്റൈലിലൊക്കെ ഒന്ന് മൈലാഞ്ചി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒരു ലൈക്ക് കൂടുക. അതുപോലെ നമ്മൾക്കൊരു ബെൽ ബട്ടൺ ഉണ്ട് കേട്ടോ, അതിൽ നമ്മൾ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. ഹായ്, അപ്പോൾ മൈലാഞ്ചൊക്കെ നന്നായി ചോത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.